എന്നും രാവിലെ എഴുന്നേറ്റ് കുട്ടികളെ വിടണ വരെയുള്ള വീഡിയോസ് അല്ലേ ഇടാറ്. ഇന്ന് കുട്ടികളെ വിട്ട് കഴിഞ്ഞിട്ടുള്ളത് കണ്ടാലോ? സാധാരണ വണ്ടി വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നമ്മൾ അവിടെ പോയി നിൽക്കുമ്പോ എന്തെങ്കിലും കളികളൊക്കെ കളിക്കാറുണ്ട്. ഇന്ന് നോക്കിയപ്പോ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പണ്ട് ഞങ്ങൾ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന ഒരു സംഭവം കിട്ടിയത്. ഇതിനെ ഞങ്ങൾ അന്ന് വെട്ടുകോഴിന്നാണോ പടവെട്ടുന്നാണോ തലവെട്ടുന്നാണോ എന്തോ ഒരു വെട്ടെന്നാണ് പറഞ്ഞിരുന്നത്. ഇത്ര നേരം എന്റെ നാക്കിന്റെ തുമ്പത്തുണ്ടായിരുന്നു. ഇപ്പൊ അതെനിക്ക് ഓർമ്മ കിട്ടണില്ല കേട്ടോ. ആർക്കും അറിയുന്ന വെച്ചാൽ അതിന്റെ പേരൊന്ന് പറഞ്ഞു തന്നോളൂ കേട്ടാ. അങ്ങനെ എന്ത് വെട്ടാണെങ്കിലും ആ വെട്ടുകളി കളിച്ച് ജാനു ആണ് അതിൽ വിജയിച്ച് 3-4 തവണ നംശുവിനെ തോൽപ്പിച്ചു ട്ടാ. അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് ഈ ഒരു കാഴ്ച ഞാൻ കാണണേട്ടാ. ഇതെന്താ പതിവില്ലാതെ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു നോട്ടം എന്ന് വിചാരിച്ച് ഞാൻ അവനെ തന്നെ കുറച്ചു നേരം ഒന്ന് ശ്രദ്ധിച്ചു ട്ടാ. അപ്പോഴല്ലേ മനസ്സിലായത് അച്ഛനും അമ്മയും കൂടിയിട്ട് കുഞ്ഞിനെ പറത്തി കൊണ്ടുപോകാനുള്ള പ്ലാനിങ്ങാ. അതിനു വേണ്ടിയിട്ട് അവര് രണ്ടുപേരും ഓരോ ചില്ലകളിൽ നിന്ന് താഴോട്ടും മുകളിലോട്ടും പറന്ന് കാണിച്ചുകൊണ്ടിരിക്കുക. കിളിക്കുഞ്ഞും കുറച്ചു മടി പിടിച്ചിരുന്നെങ്കിലും പിന്നീട് പറന്ന് പറന്ന് നോക്കി. അങ്ങനെ പറന്ന് ഇടയ്ക്ക് വീണ് ആള് പറന്നതേ അവിടം വരെ എത്തിയിട്ടോ നമ്മുടെ പുല്ലിലേക്ക്. എനിക്ക് ചില സമയത്ത് ഇതൊക്കെ സൃഷ്ടാവിന്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒക്കെ വലിയൊരു അത്ഭുതങ്ങളായിട്ട് തോന്നാറുണ്ട്. ഇതൊക്കെ എന്റെ കൺമുമ്പിൽ എത്തിക്കുന്ന എന്റെ ദൈവത്തിനും ഞാൻ ഒരുപാട് നന്ദി പറയണു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഇതെല്ലാം കാണുമ്പോ. അതിനിടയിൽ നമ്മുടെ ഹരിത കർമ്മസേനയിലത്തെ ചേച്ചിമാരൊക്കെ എത്തിയിട്ടുണ്ടായിട്ടാ. പിന്നെ അവരുടെ അടുത്ത് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇന്ന് എനിക്കൊരു ഷൂട്ടുള്ള ദിവസമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാണ്. പോകുമ്പോ എന്തായാലും ഫുഡ് പുറത്തുനിന്ന് കഴിക്കാന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും ഫുഡ് ഓർഡർ ചെയ്തിരുന്നു. ഞാൻ എന്നത്തെയും പോലെ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത്. കൂടെ 65 കൂട്ടാ. എല്ലാ ഹോട്ടലുകളും തെറ്റിക്കാത്ത ഒരു പരിപാടി ഉണ്ട്. ബാക്കി എല്ലാവരും ഫുഡ് കൊടുത്തിട്ട് എന്റെ ഫ്രൈഡ് റൈസ് ഏറ്റവും ലാസ്റ്റ് തരുന്ന പരിപാടി. അതുപോലെ തന്നെ ഇന്നും എന്റെ ഫ്രൈഡ് റൈസ് ഏറ്റവും ലാസ്റ്റ് ആണ് കേട്ടോ കൊണ്ടുവന്നത്. അങ്ങനെ കുറച്ച് കുട്ടികൾക്കും പാർസൽ ചെയ്ത് കൊണ്ടുപോന്ന് വീട്ടിലേക്ക് എത്തി. വൈകുന്നേരം ആയപ്പോ സ്കൂള് വിട്ട് വന്ന് രണ്ടുപേർക്കും ഒന്നും പഠിക്കാനില്ല എന്നും പറഞ്ഞ് നമശിവ് സൈക്കിൾ ചവിട്ടാൻ പോയ തക്കത്തിന് ഞാൻ ചെടി നനയ്ക്കട്ടെ എന്നും പറഞ്ഞ് ജാനു പൈപ്പ് എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. കയ്യിലൊരു ചെറിയ ഡയറി മിൽക്കിന്റെ പീസും പിടിച്ചോണ്ടാണ് കേട്ടോ ഇത് നനച്ചോണ്ടിരിക്കണേ. എന്താന്ന് വെച്ചാ അവൾ ഈ മിഠായും അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ അങ്ങനെ ആസ്വദിച്ച് പതുക്കെ കഴിക്കുള്ളൂ. ഞാനും എന്റെ കുട്ടിക്കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ആസ്വദിച്ച് കഴിക്കുമ്പോഴേക്കും എന്റെ അനിയന്റെ കഴിക്കല് കഴിഞ്ഞ് എന്റെയും കൂടി തട്ടിപ്പറിച്ച് അവൻ കഴിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കതും എനിക്കത് സക്സസ്ഫുൾ ആവാറില്ല. പക്ഷെ നമശിവ് അവന്റെ കയ്യിലുള്ളത് അവൾക്ക് കൊടുക്കുന്നതല്ലാതെ അവളുടെ നിന്ന് തട്ടിപ്പറിക്കാത്തത് കൊണ്ട് അവളുടെ ആസ്വാദനം നടക്കുന്നുണ്ട് കേട്ടാ.